ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാത്തിരിക്കാവും അല്ലേ വിഷുവിൻ്റെ അന്നത്തെ ആ ഒരു വീഡിയോയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം തൊട്ട് വിഷുവിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ ചങ്കരാന്തി എന്ന് പറയും കേട്ടോ. സംക്രാന്തി, ചങ്കരാന്തി അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. ചിലർ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സംക്രാന്തി എന്ന് എഴുതിയിട്ട്. എന്താണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചങ്കരാന്തി അങ്ങനെയാണ് പറയലുള്ളത് കേട്ടോ. നമ്മൾ മലപ്പുറം ഭാഷയല്ല, മലപ്പുറത്ത് കൂടുതലായിട്ട് അങ്ങനെയാണ് വേഗം പറയുക. ഇനി കറക്റ്റ് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വിശേഷ ദിവസമാണ് നമുക്ക് വിഷുവിൻ്റെ തലേ ദിവസം. അപ്പോൾ തലേ ദിവസം കൂടി നമ്മൾ കട തുറന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വിഷുവിൻ്റെ അന്ന് തൊട്ടങ്ങോട്ട് അടച്ചിടല്ലേ എന്ന് വിചാരിച്ചിട്ട് വിഷുവിന് നമുക്കൊരു 3-4 ദിവസം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തലേ ദിവസം കൂടിയും കട തുറന്നത്. അപ്പോൾ വൈകുന്നേരം വരെ കട തുറന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ, ഷോർട്ട് വീഡിയോ. അപ്പോൾ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കും അതേപോലെ നമ്മളെ വിഷുവിൻ്റെ അന്നത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കലും ഒക്കെ കൂടെ ഏട്ടനാണെങ്കിൽ പണീൻ്റെ തിരക്ക്, ഒഴുക്കില്ല വീട്ടിൽ നിൽക്കാൻ, അങ്ങനെ എല്ലാം കൂടിയും പുകയായിരുന്നു കേട്ടോ. വൈകുന്നേരം 6:30-7 മണി ആയിട്ടുണ്ട് കടയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ. എന്നിട്ടാണ് നമ്മൾ അപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണന്മാർക്ക് വെച്ചേൽപ്പിക്കുക എന്ന് പറയും. അപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യും. എന്തായാലും നമ്മൾ അപ്പം ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് വെച്ചുകൊടുക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ തുടങ്ങിയത് കേട്ടോ. പടക്കവും പൂത്തിരിയൊക്കെ പിന്നെ 2 ദിവസം മുന്നേ തന്നെ വാങ്ങി വെച്ചിരുന്നു. നമ്മളെ കണ്ണം വലിയതായോടന്ന് അങ്ങോട്ട് ഈ ഒരു സാധനങ്ങളൊന്നും ഒട്ടും കുറയ്ക്കാൻ പറ്റൂല കേട്ടോ. ഓൻ എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, എത്ര രൂപയ്ക്കാണ് വാങ്ങേണ്ടതെന്ന് തന്നെ അറിയില്ല. അത്രയും ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്കും നന്ദുവിനും അനുമോക്കൊക്കെ ആണെങ്കിൽ പേടിയാണ്, ഓനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പൂത്തിരിയും അതേപോലെ മേശപ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. നമ്മളെ വിഷുവിൻ്റെ എത്രയോ ദിവസം മുന്നേ തുടങ്ങും 4 ഭാഗത്തൊന്നും പടക്കം പൊട്ടൽ കേട്ടോ. ഓരോ പൊട്ടലിനും നമ്മൾ ഞെട്ടിക്കൊണ്ടേ ഇരിക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ സ്കൈ ഷോട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പൊട്ടിക്കുന്നത്. 12-15 ഒക്കെ പ്രാവശ്യമാണ് കേട്ടോ മേലെ പോയിട്ട് ഇത് പൊട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്താ വെച്ചാൽ ഇതിങ്ങോട്ട് പൊട്ടിനോട് കൂടി ആകെ പേടിച്ചിട്ട് ഓടിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇനി പുലർച്ചെ ഇത് പൊട്ടിക്കണതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു മേശാപ്പൂവ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ കാണാൻ. നക്ഷത്രങ്ങൾ മിന്നിപ്പായണ പോലെയാണ് കേട്ടോ. ഇതിങ്ങനെ കത്തിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചക്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പ്രാവശ്യം വാങ്ങിയ പൂത്തിരി എന്ന് പറഞ്ഞാൽ വലിയ പൂത്തിരിയായിരുന്നു കേട്ടോ. ഒരു മനുഷ്യനോളം നീളമുണ്ട് പറഞ്ഞില്ലേ, അങ്ങനത്തെ പൂത്തിരിയായിരുന്നു. എന്തായാലും അതൊക്കെ പൊട്ടിക്കലും കത്തിക്കലും എല്ലേതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അപ്പമൊക്കെയാണത്. അപ്പോൾ പിറ്റേ ദിവസം ചേച്ചിയും കുട്ടികളൊക്കെ വരുമല്ലോ, പിന്നെ നമുക്കും രാവിലെ ചായക്കൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അവിയലൊക്കെ വെക്കലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കതിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വന്നിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയതും. അതേപോലെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സമയമായി. പിന്നെ അവിയലൊക്കെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ തീരെ ഉറങ്ങാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ നേരത്തെ നീച്ചിട്ട് പച്ചക്കറി കരിഞ്ഞുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ പിന്നെയും പൊറുക്കല്ല നമ്മളൊന്നും ചെയ്ത് വെക്കായിട്ട്. ഇങ്ങനെ ഞാൻ ചെയ്ത് വെക്കാതെ കിടക്കലില്ല കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കില്ല. പിന്നെ ഏതായാലും ഞങ്ങൾ 3 ആളും കൂടിയും അവിയലിനും സാമ്പാറിനും ഉപ്പേരിക്കും എല്ലാം റെഡിയാക്കണം കേട്ടോ. 3 ആളും കൂടെ കൂടിയപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കണി വെക്കാനുള്ളതൊക്കെ കൊണ്ടു കൊടുത്ത് മക്കൾ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കിടന്നപ്പോഴേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അലാറം വെച്ചിരുന്നു. എന്നിട്ട് അമ്മയാണ് ആദ്യം നീച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളെല്ലാവരെയും വിളിച്ചുണർത്തി കണിയൊക്കെ കണ്ടു. നമ്മളെ നന്ദുവിനും അനുമോക്കും കണ്ണനും ഒന്നും നീക്കാൻ മടിയില്ല കേട്ടോ. പുലർച്ചെ ഒന്നാമത് ഇന്നത്തെ ദിവസം വിഷു കൈനീട്ടം കൂടെ കിട്ടുമല്ലോ, ആ ഒരു സന്തോഷം വേറെയുണ്ട്. തലേ ദിവസം തന്നെ ഓരോരുത്തർ ഇത്ര സംഖ്യ വേണം കേട്ടോ എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 രൂപയും പിന്നെ 2 രൂപയ്ക്കാണ് കൈനീട്ടം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 50 രൂപേൻ്റെ മുകളിൽ കിട്ടിയാലുള്ളൂ എല്ലാവർക്കും ഒന്ന് മുഖം തെളിയുക കേട്ടോ. ഇന്നത്തെ കാലം അങ്ങനെയായിപ്പോയി. അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു.
അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീണ്ടും പടക്കം പൊട്ടിക്കാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് തിരിഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു ഇതൊക്കെ പൊട്ടിച്ച് കത്തിച്ച് കണ്ടിട്ട് എടുത്താൽ മതി അടുക്കളത്തെ പണിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ നിന്നു. അപ്പോൾ ഈ ഒരു ചക്രം കത്തിച്ചതാണ്. ഇത് ശരിക്കും മിനുസ്സുള്ള സ്ഥലത്താവണം കേട്ടോ. പിന്നെ നമ്മൾ അകത്തൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട് വീഴുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മുറ്റത്തന്നെ ആക്കിയത്. ഈ ഒരു പടക്കം പൊട്ടിക്കുമ്പോഴും പൂത്തിരി കത്തിക്കുമ്പോഴൊക്കെ അതിനനുസരിച്ച് നമ്മളെ ലക്കി അവിടെ നല്ലോണം കുറച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ പേടിയാണ്, ചിലതൊക്കെ കണ്ടിട്ട് എന്തോ പോലെ എന്താ പറയുക കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ നന്ദൂരാണെങ്കിൽ 2 ചെവിയിലും വിരൽ വെച്ചിട്ടേന്ന് പടക്കം പൊട്ടുമ്പോഴൊക്കെ കേട്ടോ. അത്ര പേടിയുള്ള ആളാണ്. പിന്നെ രാവിലെയും തന്നെ സ്കൈ ഷോട്ട് പൊട്ടിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് കത്തിക്കണേക്കാളും വേറെ എവിടെയെങ്കിലുമൊക്കെ കത്തിയിട്ട് മേലെ കാണുന്നതാണ് കേട്ടോ കൂടുതൽ ഭംഗി. നമുക്ക് നമ്മളെ വീട്ടിൽ കത്തിക്കുമ്പോൾ അത് അത്ര ഭംഗിയായിട്ട് തോന്നൂല. കുറച്ച് വിട്ട് നിന്ന് കാണുമ്പോഴാണ് കൂടുതൽ രസമായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും കഴിഞ്ഞ് എല്ലാവരും വീണ്ടും കയറി കിടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും കിടന്നതിൽ അടുക്കളയിൽ തന്നെ നിന്നിട്ടുണ്ട്. അമ്മ കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് നീക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഓരോ പണികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ഡീറ്റെയിലായി എടുക്കാനുള്ള ടൈമില്ല. ഒന്നാമത് നമുക്ക് ഇന്നത്തെ ദിവസം പായസത്തിന് ഓർഡർ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സദ്യ ഉണ്ടാക്കണ്ടേ. കണ്ണൻ്റെ ഒരു 10-15 കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെയും കുട്ടികളെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല. നമ്മൾ ഓണത്തിനാണ് എല്ലാവരെയും വിളിക്കലുള്ളത്. കറികളൊക്കെ പിന്നെ ഞാൻ അകത്താണ് വെച്ചത് കേട്ടോ. പിന്നെ കുക്കറിൽ നമ്മൾ പച്ചക്കറിയൊക്കെ അടിച്ചിട്ട് പിന്നെ സാമ്പാർ വലിയ കലത്തിക്കാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പായസവും ചോറും പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാലട പായസത്തിന് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൻ്റെ കൂട്ടുകാർക്ക് പാലട പായസമാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊടുത്തയക്കാനുള്ളവർക്ക് പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പും അരിയും വെച്ചിട്ട് ചെറുപയർ പരിപ്പും അരിയും വെച്ചിട്ട് ആ ഒരു പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മക്കളെ കുളിക്കലും ഡ്രസ്സ് മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മളെ കണ്ണം നേരത്തെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളയാണ് ഷർട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അച്ചച്ചേൻ്റെ ഒരു കസവിൻ്റെ മുണ്ടുണ്ടായിരുന്നു പൊട്ടിക്കാത്തത്, അതൊക്കെ കൊടുത്തിട്ട് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി പോയിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഓൻ ചായ കുടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെ അപ്പുറം അപ്പുറമുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടികളും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയവരായാലും ഒക്കെ കുട്ടികൾക്ക് കൈനീട്ടമൊക്കെ കൊടുക്കും കേട്ടോ. അതിനൊക്കെ നടന്നിരുന്നു. നമ്മൾ അനുമോളും നന്ദവും കൂടി അതിനൊക്കെ പോയിരുന്നു. ഞാൻ തറവാട്ടിക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ അച്ഛമ്മയ്ക്കും അച്ഛനും ഓരോ മുണ്ട് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഓരേതായാലും കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നെ വെയിറ്റ് ചെയ്യാനിട്ട് എല്ലാവരും ഇൻ്റെതുണ്ട് കഴിയാൻ നിൽക്കുകയാണ് ചോറുണ്ടാൻ. അപ്പോൾ എല്ലാ പണികളും ഒതുങ്ങിയിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ചോറുണ്ടാലടി എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറുണ്ടാന്ന് പറഞ്ഞ് അപ്പം ഇനി അതിനുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ഈ ഒരു വിഷുവിന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒന്നും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കൂല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ചായിട്ട് അങ്ങനെയൊക്കെ എടുക്കും. അല്ലാതെ നമ്മൾ ഓണത്തിന് എടുക്കുന്ന പോലെ നമ്മളങ്ങനെ വിഷുവിന് എടുക്കലില്ല. പിന്നെ അതാ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പപ്പടം കൂടിയും കാച്ചെടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാ പണികളും ഒതുങ്ങിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തോ പണിക്ക് തിരിഞ്ഞപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ അതാ ഗ്യാസുമ്മലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗ്യാസൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. നമുക്ക് കുറ്റി നിറച്ചതുണ്ട്, എന്നാൽ പോലും എന്തോ കിട്ടാൻ അപ്പോൾ പ്രയാസമാണെന്ന് പറയുകൊണ്ട് ഒരു പേടിയാണ് ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഈ ഒരു കറണ്ടടുപ്പ് ഉണ്ടാവുകൊണ്ട് കുറേ കാര്യങ്ങൾ അതുമ്മ പോകും കേട്ടോ. എനിക്ക് അട തിളപ്പിക്കലും ശർക്കര തിളപ്പിക്കലും അതുപോലെ ചോറ് തിളപ്പിക്കുക, പാൽ ചായ ഉണ്ടാക്കുക, കട്ടൻ ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിമ പോകുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ അതിമ വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പത്തുമായിട്ട് ഗ്യാസമ്മ കുറവാണ് വെക്കലുള്ളത്. അപ്പോൾ അതാ പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു. ഇനി സാമ്പാറും കൂടിയാണ് ഒരു പാത്രത്തേക്ക് എടുക്കാനുള്ളത്. അപ്പോൾ വറുത്തരച്ച് വെക്കണില്ല എന്ന് ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ കണ്ണം പറഞ്ഞു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു സദ്യ കഴിക്കാനാണ് അമ്മ വരുന്നത്, അപ്പോൾ അത് കോലം പോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വറുത്തരച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കും തന്നെ വറുത്തരക്കിനേക്കാളും നമ്മൾ ആ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടല്ലോ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ തോന്നിയിട്ടുള്ളത്. വറുത്തരച്ച ടേസ്റ്റ് ഇല്ല എന്നല്ല, മറ്റേതാണ് കൂടുതലും ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മളിവിടെ ഈ ജനലിൻ്റെ അവിടെ കുറേ മണി പ്ലാന്റ് വെച്ചിരുന്നില്ലേ, അതൊക്കെ നമുക്ക് നോക്കാൻ സമയമില്ലായിട്ട് ഇങ്ങനെ ഉണങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു പച്ചപ്പ് കാണാനായിട്ട് എനിക്കൊരു സുഖം തോന്നണില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് 8 പീസിന് 187 രൂപയെ വന്നിട്ടുള്ളൂ കേട്ടോ. ആ നടുക്ക് ഫ്ലവർ ഉള്ളതിന് മാത്രം ഞാൻ ഇവിടുന്ന് 110 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് ജനലിലേക്ക് നോക്കുമ്പോൾ.
പിന്നെ അതാ സദ്യകളൊക്കെ ചോറും സാമ്പാറും അവിയലും പുളിയിഞ്ചി മാത്രം ഞാൻ തലേ ദിവസം രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. നമ്മൾ കടയ്ക്ക് പോണേൻ്റെ മുന്നേ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിരുന്നു. അടുപ്പ് ഒഴിഞ്ഞപ്പോൾ പുളി കലക്കിയിട്ട് അവിടെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അങ്ങനെ പുളിഞ്ചിയും മാങ്ങയും അതേപോലെ മാങ്ങഞ്ചി ഉണ്ടല്ലോ, മാങ്ങയും മാങ്ങഞ്ചിയും കൂടിയും അച്ചാറാണ്. പിന്നെ ഇതാ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഇത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള മസാലക്കറി. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ മസാലക്കറി. അതുപോലെ പയർ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ മോര്യത അതുമാണ് ആക്കിയെടുത്തിട്ടുള്ളത്. രസം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രസം കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ മടിച്ചു, മോര് മതി എന്ന് വിചാരിച്ചു. പിന്നെ അതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പാലട പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പാലട പായസം. പിന്നെ അതാ വലിയവർക്ക് ഇഷ്ടമായിട്ടുള്ള പരിപ്പും അരിയും കൂടിയും പായസരിയും നമ്മളെ പായസപ്പരിപ്പും കൂടിയും ചേർത്തിട്ട് അരിയും ചെറുപയറും ഇല്ലേ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു പായസം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പായസവും ഒക്കെ നമ്മളെ കടേൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അതാ പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോള് പറയുമായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ കാണാം കഴുകാനുള്ള പാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. നല്ല രസമാണുള്ള വർത്താനം കേൾക്കാൻ. ഫുഡൊക്കെ കാണിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളവും അതേപോലെ കഴുകാനുള്ള പാത്രമൊക്കെ കാണിക്കലുണ്ട്. അപ്പോൾ അനുമോള് പറയുമായിരുന്നു കഴുകാനുള്ള പാത്രങ്ങളായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതാക്കണം, നമുക്കുള്ള സദ്യ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ്റെ കൂട്ടുകാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു നിങ്ങളിരുന്നിട്ട് കൂട്ടുകാരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടുകാർക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ 10 മണി 10:30 ആകുമ്പോഴേക്ക് സദ്യ കഴിക്കണം എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ തകൃതി കൂട്ടി കഴിക്കാനൊക്കെ നോക്കലുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ എന്തായാലും ആ ഒരു നേരത്തെ കഴിക്കും ഞങ്ങൾ. പിന്നെ ഇവിടെ ഒന്ന് നേരം വഴുകലുള്ളത്, നേരത്തെ അങ്ങോട്ട് കഴിച്ചാലും നമുക്ക് പോകില്ലല്ലോ. അതെന്താണ് പണ്ടുള്ളവരങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പണ്ടേ മുതലേ കേൾക്കണ ഓണത്തിന് 10-10:30 സദ്യ കഴിക്കണം എന്നുള്ളത്. വിഷുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വിഷുവിന് നമുക്ക് സദ്യ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എന്നൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ണൻ്റെ കൂട്ടുകാർ വരെ ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ സദ്യമ തന്നെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ആ കുട്ടികൾ ആകേനെ ഈ ഒരു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവർക്ക് പിന്നെ ഓരോ പരിപാടിക്കൊക്കെ ബീഫായിട്ടും ചിക്കനായിട്ടും നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ സംഭവങ്ങളാവൂലേ. നമ്മളവിടെ വരുമ്പോഴാണല്ലോ ഈ ഒരു സദ്യ കിട്ടുക. അപ്പോൾ അത് വിചാരിച്ച് വരുമ്പോൾ അവർക്ക് തന്നെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതന്നെ മെനക്കെട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ അമ്മ എപ്പോഴും പറയട്ടെ നമുക്ക് കുറച്ച് തേങ്ങാച്ചോറ് ഇറച്ചി ഉണ്ടാക്കാം അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ പറയും. അമ്മയ്ക്ക് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്ക് സദ്യ അത്ര വലിയൊരു ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഏതായാലും സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്. അമ്മക്ക് ഇഷ്ടം ഈ ഒരു പായസം ആയതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. പാലട പായസം എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നപ്പോൾ നമ്മളെ കണ്ണം ഇരുന്നിട്ടില്ല. കൂട്ടുകാരൊക്കെ അവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഓരപ്പം ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ഇന്ന് വാരിക്കൊണ്ടല്ലേ ഇതും വെച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വാരി കൊടുത്തതാണ് കേട്ടോ. ചോറും കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ. നമ്മളെ അമ്മ ഇവിടെ പറയണത് ഇതിപ്പോൾ ഇറച്ചിയും ചോറും ആണെങ്കിൽ എത്ര വേഗം ഉണ്ടായിരുന്നു, പണി ഒരുങ്ങിയെന്നു, തിന്നാനും രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലാണ് അമ്മ ചിരിക്കുന്നത്. പക്ഷെ അമ്മക്ക് കൂടുതലും ഇഷ്ടം ഈ ഒരു സദ്യ തന്നെയാണ് കേട്ടോ. സദ്യ എന്ന് പറയുമ്പോൾ അതിക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതാ ഞങ്ങൾ നീച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ്റെ കൂട്ടുകാരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുക്കുള്ള പായസം നമ്മൾ വിളമ്പാണ് കേട്ടോ. അപ്പോൾ 2 തരം പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു. ചില ടൈമിൽ നമ്മൾ ഓണത്തിനൊക്കെ 3 തരം പായസം ഉണ്ടാക്കലുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഓരോ തരമായിരിക്കും ഓർഡർ കിട്ടുക. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുമ്പോൾ അതൊന്നൊക്കെ കുറേശ്ശെ നമ്മളെ വീട്ടിലേക്കും കൂടി എടുത്തു വയ്ക്കുമല്ലോ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പാലട ഉണ്ടാക്കിയപ്പോൾ ഈ കുട്ടികൾക്കും കൂടി കൊടുക്കാൻ കണ്ടിട്ടാണ് പാലട ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ അരിയും ചെറുപയറും ഒരുപാട് നാളായി കഴിച്ചിട്ട്. അപ്പോൾ അമ്മയൊക്കെ എപ്പോഴും പറയണതാണ്, അതുകൊണ്ട് അതും കൂടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറയായിരുന്നു, എൻ്റെ ഭ്രാന്ത് അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പായസം കുടിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് കുടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോഴാണ് നമ്മളെ നാദൊട്ടി മിന്നു നമ്മളെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ എന്താ പറയുക, നമ്മളെ നാദൊട്ടിക്ക് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് ടൈം ആവും കേട്ടോ. ഇവിടെ നിന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞ് പിരിയുമ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ കാത്ത് നിൽക്കണ്ട, പൊയ്ക്കളോ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ഓരോ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കൂലേ, അവളെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ നാദുട്ടിയാണല്ലോ താരം. അപ്പോൾ ഓളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് അതിലെ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുട്ടീനെ കാണാനായിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു.
അപ്പോൾ ഓളടുത്തേക്ക് രാവിലെ പോയിട്ട് കൈനീട്ടമൊക്കെ കൊടുത്ത് പോരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിൽ നമുക്കൊരു ഒഴിവും കിട്ടിയില്ല കേട്ടോ എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നേക്ക് ആദ്യം തന്നെ നമ്മളെ നന്ദു ആണ് കേട്ടോ കൈനീട്ടം കൊടുത്തിട്ടുള്ളത്. ഒന്നലേ പറയുന്നുണ്ട് ഞാൻ എത്ര രൂപയാണ് നാദുട്ടിക്ക് കൊടുക്കുക, എത്രയും കൊടുക്കുക അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓൻ്റെ അടുത്തുള്ള പൈസയെന്ന് ഇതാക്കണേ നാദുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അനുമോള് കൊടുത്തു, ഞാൻ കൊടുത്തു, ഏട്ടൻ കൊടുത്തു, അതേപോലെ അച്ഛൻ കൊടുത്തു. കണ്ണന് മാത്രം കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കണ്ണൻ ആ ഒരു ടൈമിൽ ചോറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓർക്കും ധൃതി ഒക്കെ ആയപ്പോൾ പിന്നെ കണ്ണൻ മാത്രം കൊടുത്തില്ല. അപ്പോൾ പെണ്ണിനെ ഒന്ന് കളിച്ച് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു കടയും കാര്യവും ആവുകൊണ്ട് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റൂലല്ലോ. എന്നാൽ തന്നെ എൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം പോയി നിന്നിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൈകാതെ ഞാൻ ഇടണ്ട് കേട്ടോ. അപ്പോൾ ആള് ഉറങ്ങിയൊക്കെ നീച്ചതാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഉടുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഒരു ലോഡ് ഉടുപ്പ് ഒക്കെ കിട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ ഓള് പറയുക ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി, പിന്നെ എന്തിനാ നമ്മൾ വെറുതെ വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും ഓക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. ഒക്കെ ഇന്നും പുതിയത് ഇടാൻ മാത്രം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചുന്തിരി കണ്ടില്ലേ, എൻ്റെ കുട്ടീനെ എത്ര കണ്ടാലും പൂതി മാറൂല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓളെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സങ്കടമാണ് വരിക കേട്ടോ. എന്താ വെച്ചാൽ ഓളൊപ്പം കുറേ ദിവസം കുറേ ടൈം ചിലവഴിക്കാൻ നമുക്ക് ആഗ്രഹമാണ്. പക്ഷേങ്കിൽ നടക്കൂലല്ലോ, നമുക്ക് ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് ഇല്ലെങ്കിലൊക്കെ പോയി നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വേഗം വന്ന് പോയിട്ടുണ്ട്. ചോറിനാനൊന്നും നിന്നിട്ടില്ല, ഓല വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. അവിടെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഓരോ വേഗം വിട്ടു കേട്ടോ. അങ്ങനെ ഒരു പോയി. അത് കഴിഞ്ഞതാ കണ്ണൻ്റെ കൂട്ടുകാരൊക്കെ ചോറിനലൊക്കെ കഴിഞ്ഞു. 2 ട്രിപ്പായിട്ടാണ് മക്കളിരുന്നത് കേട്ടോ. ഒരു 10-15 ആൾക്കാരടുത്തുണ്ടായിരുന്നു. പിന്നെ അവിടെ പൂര പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ഇരുന്നു കേട്ടോ. ഇഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓരോ മട്ടത്തിന് ഒരു കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരി ഷായിന വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണനെ ഞാൻ ചെട്ടിക്ക് പറഞ്ഞയക്കിയിരുന്നു കേട്ടോ. നമ്മളെ പായസക്കടേൻ്റെ അടുത്തുള്ളവരൊക്കെ തുറന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ പായസവും അവിയലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ ഞാൻ. എല്ലാവരും മുസ്ലിംസാണ്. അപ്പോൾ അവർക്ക് ഈ സദ്യ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നമ്മൾ പെരുന്നാളിന് എല്ലാവരും വീട്ടിൽ കൂടിയും പോയിരുന്നു കേട്ടോ. കഴിച്ചിട്ടില്ലെങ്കിലും ഒരു കൊടുത്തയക്കും. നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ഷൈനാൻ്റെ വീട്ടിലേക്കും ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നും തന്നെ ഇങ്ങോട്ട് കൊടുത്തയക്കലും അങ്ങോട്ട് കൊണ്ടുപോകലും ഒക്കെ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോളും മക്കളും കൂടിയാണ് ലാസ്റ്റ് ചോറിനായിരുന്നത്. അപ്പോളും മോള് വന്നിട്ടില്ല, ഹസ്ബൻഡും വരാൻ പറ്റിയിട്ടില്ല. ഓളും 2 കുട്ടികളും കൂടിയാണ് വന്നിട്ടുള്ളത്. എപ്പോൾ വിളിച്ചാലും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരാളാണ് കേട്ടോ. ഓള് എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവും, ഇല്ലാന്നും വയ്യാന്നും പറയാത്തൊരു വ്യക്തിയാണ് ഓള്. അപ്പോൾ അവർക്ക് ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരം വൈകിയത് ഓരോ തൊട്ടടുത്തും ഒരു വിഷുവൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് സദ്യ കഴിച്ചിട്ട് വരാമെന്നുള്ളത് ഒരു നിർബന്ധം പറഞ്ഞപ്പോൾ അത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. വരാതിരിക്കുമല്ലോ, ഓൾ എന്തായാലും വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്ക് പിന്നെ വിളമ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓളെന്നെ വിളമ്പി കഴിക്കും. അപ്പം അങ്ങനെ ഓരോ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ നമ്മളെ ചേച്ചി ഏട്ടനും മക്കളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരെയാണല്ലോ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓര് വന്ന് കണ്ടിട്ട് വേണം കേട്ടോ അമ്മക്ക് പോവാൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനും പോവാനും നാത്തൂന്മാർ വരാനും ഇരിക്കാനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാം, നമ്മൾ ചെന്നിട്ട് വേണം ഓർക്ക് പോവാം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചെല്ലോളം നിൽക്കണ്ട എന്നുള്ളത് മിന്നുവിനോട് പറഞ്ഞിരുന്നു കേട്ടോ. ഓർക്കിപ്പോൾ കുട്ടിക്ക് ആദ്യത്തെ വിഷു അല്ലേ, അപ്പോൾ ഓർക്ക് ഒരുപാട് ആൾക്കാർ വരാനും പോകാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഓരോ വെറുതെ കയറില്ലാതെ കെട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരാദ്യം പോയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സമാധാനം ഉണ്ട്, വൈകുന്നേരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. പക്ഷെ അമ്മയും അച്ഛൻ ഒറ്റയ്ക്കാണ് അവിടെ, ഓരിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പോന്നോ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇവർ വന്ന് ഓർക്ക് വെള്ളം കലക്കി കൊടുത്തു കേട്ടോ. അവരിപ്പോൾ ഒരു വെയിലത്തല്ലേ വരുന്നത്. അപ്പോൾ ലൈം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ നമ്മളെ സച്ചുവിന് വേണ്ടായിരുന്നു കേട്ടോ, അവന് നല്ല ചുമയാണ്, അമ്മയ്ക്ക് ഇതൊന്നും തരലിന്നറിയായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാനും ഷൈനയും കൂടിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഓക്കും പോവാൻ തിരക്കായിട്ടോ. ഓക്കെ പിന്നെ എല്ലാതും ഞാൻ കൊടുത്തയച്ചിട്ടോ, കറികളും പായസവും സാമ്പാറും എല്ലാ സംഭവങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഓക്ക് കുറച്ച് കരിമ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് കരിമ്പും കൂടി എടുത്ത് വണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കരിമ്പ് നമ്മൾ മൂടിയിട്ടതാണ് കേട്ടോ. ആ നീല ഷീറ്റ് ഇട്ടത് ആദ്യം നമ്മളെ പോർച്ചിലായിരുന്നു, വണ്ടി വാങ്ങിയോടത്ത് ഇങ്ങോട്ട് മാറ്റിയതാണ്. പക്ഷെ ഇവിടേക്ക് മാറ്റിയപ്പോൾ ഒരു സമാധാനം. മറ്റത് എപ്പോഴും നമ്മൾ അകത്തൊക്കെ പൊടി പോലെയായിരുന്നു, പോർച്ചിൽ നന്നാക്കുകയാണെങ്കിലും അകത്തൊക്കെ പൊടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആകുകൊണ്ട് പിന്നെ ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓള് പോയി കുറച്ചു നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു എല്ലാവരും കൂടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒരു ദിവസത്തിനാണ് പോണത് കേട്ടോ. വിരുന്നെന്നൊക്കെ പറഞ്ഞാൽ നീണ്ട ദിവസമാണ് വിചാരിക്കും, ഇല്ല കേട്ടോ, ഒറ്റ ദിവസം.
അങ്ങനെ താ ഞങ്ങളും ഒരുങ്ങി കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വിഷുവിനായിട്ട് വാങ്ങിയതല്ല, നമ്മൾ അനുമോൾ വയസ്സറിയിച്ചപ്പോൾ ഓക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷേങ്കിൽ ഓക്ക് ഇങ്ങനത്തെ ഡ്രസ്സിനോടൊന്നും വലിയ ഇഷ്ടമല്ല. ഇടുക ചോദിച്ചാൽ ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ എനിക്ക് പാകമാണ്. അപ്പോൾ അത് അമ്മ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ്. പിന്നെ വിഷുവിന് എന്ന് പറഞ്ഞ് ധാവണിയാണ് വാങ്ങിയിട്ടുള്ളത്. ധാവണിയും വാങ്ങാൻ കാരണം നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ധാവണി വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഇതാ കണ്ണനും അതേപോലെ നന്ദുവിനും ഏട്ടനും ഓർക്കൊക്കെ ഓരോ ഷർട്ടും ടീഷർട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതാ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ട് ഇറങ്ങണ വഴിക്ക് മിന്നുവിൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടു കേട്ടോ. ഓളമ്മമ്മ വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി വരികയാണ് ഓര്. അപ്പോൾ ഓരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ വീട്ടിൽ കയറിയപ്പോൾ അമ്മ ഇതാക്കണ വെള്ളം ഉണ്ടാക്കുകയാണ്, സർവത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് പെണ്ണെ ഇത് മതിയോ സർവത്ത് എന്നുള്ളത്. നമുക്ക് തന്നെയല്ലേ പണി കടയിൽ ഉണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സർവത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നാരങ്ങ പിഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ എന്തൊക്കെയോ ഒരു ശൂന്യത കേട്ടോ. മിന്നവും കുട്ടിയില്ലായിട്ടേ എന്തൊക്കെയോ പോലെ. അപ്പോൾ ചെറിയ അനിയുണ്ട് ഇവിടെ, അമ്മയച്ചിയും ഒരു 3 ആളും തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ചിക്കൻ വരട്ടിയതും ചിക്കൻ കറിയും തേങ്ങാച്ചോറും പരിപ്പും അരിയും കൂടി ഇട്ടിട്ട് നമ്മളെ അരി ചെറുപയറുണ്ടല്ലോ ആ ഒരു പായസമൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷുവിന് പിന്നെ അങ്ങനെ നമുക്ക് സദ്യ ഉണ്ടാക്കണം നിർബന്ധമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ എപ്പോഴായാലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട് കേട്ടോ. അവിയലായാലും പായസമായാലും ഒക്കെ കൊണ്ടുവരലുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവർക്കും കൊടുത്തയച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രം മറന്നുപോയിട്ടോ. അവിയലെങ്കിലും കൊണ്ടുവരാൻ അത് മറന്നുപോയി. അപ്പോൾ അമ്മ പറയുന്നു കുഴപ്പമില്ല, ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണത് തന്നെയല്ലേ എന്ന് പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയും തന്നെ സദ്യ ഉണ്ടാക്കിയത് ഒരുപാടൊന്നും ബാലൻസ് വന്നിട്ടില്ല. ഏകദേശം എല്ലാം പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണം മക്കൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞോടുന്ന് നേരത്തെ ചോറുണ്ടതല്ലേ. അപ്പോൾ വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് അമ്മ ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്കൊക്കെ തരാമെന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വരട്ടിയതും അതേപോലെ തേങ്ങാച്ചോറും പപ്പടവും ചിക്കൻ കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ കണി വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്തായാലും മഞ്ഞ ഷാളിൽ ഉരുളി പൊതിഞ്ഞെടുത്തതാണ്. ശരിക്കും നമുക്ക് കണി വയ്ക്കാൻ ഓട്ടുരുളി വേണമല്ലേ, നല്ല ഭംഗിയായിരിക്കുമല്ലേ കാണാൻ. എപ്പോഴെങ്കിലും നമുക്കൊന്ന് വാങ്ങണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. അടുത്ത വിഷുവിനെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന വിലയൊക്കെ ചോദിച്ചു നോക്കണം എത്രയാവും എന്നുള്ളത്. ഈ ഒരു കണി വയ്ക്കുന്ന സമയത്തുള്ളൂ കേട്ടോ അതിനെപ്പറ്റി ചിന്തിക്കുക, അല്ലാത്ത ടൈമിൽ നമ്മൾ ചിന്തിക്കൂല. അപ്പം അച്ഛതാക്കണ ഇവിടെ മൊബൈലിലും തോണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് റെസ്റ്റിലാണ് കേട്ടോ. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിഷു ആണ് എന്ന് പറഞ്ഞിട്ട് എന്ന് തുടങ്ങിയതാണ് നമുക്കൊക്കെ ഓരോ പണികളറിയോ. തട്ടലും കൊട്ടലും അടിക്കലും വാരലും കടയ്ക്ക് പോവലും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ അന്നാണ് നമുക്ക് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ കിട്ടിയത്. അങ്ങനെ എല്ലാവരും ഇതാ ഇവിടെ പുറത്തിരിക്കുന്നു. മക്കളങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, വണ്ടി കഴുകുന്നുണ്ട്. ഇവിടെ കുറേ പൂത്തിരിയും അതുപോലെ പാമ്പ് ഗുളിക പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കത്തിക്കും ഇങ്ങനെ പാമ്പിനെ പോലെ കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് അങ്ങനെ മുറ്റത്തിരുന്നു. പിന്നെ അതാ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും നേരത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ തേങ്ങാച്ചോറും പപ്പടവും ചിക്കനൊക്കെ തന്നെയാണ് വൈകുന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങാച്ചോറ്. കുറേ ആയിരുന്നു തേങ്ങാച്ചോറ് കഴിച്ചിട്ട്. നമ്മളെ നന്ദുവിൻ്റെ ഫേവറേറ്റ് ആണ് പറഞ്ഞില്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്ന് രാവിലെ എണീറ്റിട്ട് രാവിലെ ഒരുപാട് വൈകിയാണ് നീച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് സമാധാനപരമായി ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഉത്തരവാദിത്ത ബോധമല്ലാതെ ഒന്ന് കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെത്തണം കേട്ടോ. ഇവിടെയാണെങ്കിലും നമുക്ക് ഉണ്ടാവും, എടുക്കണവരാണെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് ഒരു ഉത്തരവാദിത്തം അല്ലാതെ നമുക്കും കിടന്നുറങ്ങും കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങോട്ട് വന്നാൽ കിടക്കണ ആളൊന്നല്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തടിക്ക് ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് കിടക്കന്നെ ചെയ്യും. അമ്മയും പറയും കേട്ടോ കുറച്ച് നേരം കിടന്നോ എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത്. ഏട്ടൻ നീച്ചിട്ടും ഞാൻ അവിടെ കിടക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ രാവിലെ പുട്ടും പഴവും പപ്പടവും കടലക്കറിയും നല്ല അടിപൊളി ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ അങ്ങനെ നീച്ച് വരികയാണ് കേട്ടോ. ഒരു പല്ല് തേക്കണേ ചായ കുടിക്കാതിരിക്കണം ഒക്കെ മേശപ്പുറത്തൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അനുമോൾ എടുത്തിട്ടില്ല, പ്ലേറ്റ് കൊടുത്തിരിക്കണുള്ളൂ. ചായയുടെയൊക്കെ കഴിഞ്ഞതാ ഞാനും ഒരു കുളിയൊക്കെ പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ആകെ ഒന്ന് അടിച്ചു വാരി കൊടുക്കാൻ വിചാരിച്ചു. അമ്മേനോട് തുടയ്ക്കണോ ചോദിച്ചപ്പോൾ തുടയ്ക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് അടിച്ച് വാരിടാന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ അടിച്ച് വരാനും തുടയ്ക്കാനും എളുപ്പമുണ്ട് കേട്ടോ.
കുറച്ച് സ്പേസ് ഉള്ളല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പണികൾ ഒതുങ്ങി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാവണേക്കാളും നല്ലത് കുറച്ച് സ്ഥലം ഉണ്ടാവണതാണ് കേട്ടോ. അത് വൃത്തിയിലും വെടുപ്പിലും കൊണ്ട് നടക്കുകയാണ് സുഖം എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നലുള്ളത്. മറ്റത് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കിട്ടാൻ നല്ല പ്രയാസം തന്നെയാണ്. ഇന്ന സ്ഥലം വേണേന്ന് പറഞ്ഞില്ലേ. പിന്നെ അതാ ഞാൻ അവിടെ അടിച്ചു വാരലും എൻ്റെ ഓരോ പണികൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തി മുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ കഷ്ണമീൻ വറുത്തിട്ടുണ്ട്, പപ്പടം കാച്ചിയിട്ടുണ്ട്, അതേപോലെ ചീര ഉണ്ടായിരുന്നു, അത് ഉപ്പേരിയാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ്. പിന്നെ നന്ദുവിന് സ്പെഷ്യലായിട്ട് ഇവിടെ ചിക്കൻ പൊരിക്കുകയും കൂടിയും ചെയ്തിട്ടുണ്ട്. തലേ ദിവസം അമ്മ കുറച്ച് ചിക്കനൊക്കെ മുളക് തേച്ച് വെച്ചിരുന്നു, അത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ അനിയൻ തിരിച്ച് വന്നിട്ടുണ്ട്. മിന്നും കുട്ടിയും കൂടെ 4 ദിവസം അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരവിടെ നിർത്തിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അങ്ങനെ ഓൻ വന്ന് കിടന്നുറങ്ങുകയാണ്. പിന്നെ അതാ ഞങ്ങൾ പോകാൻ സമയത്ത് നന്ദുവിനോട് പോയി പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവനോട് നീക്കേണ്ട അറിഞ്ഞിട്ടോ, ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും വന്ന പോലെയല്ല, വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോണത് കേട്ടോ. ഇവിടുന്ന് അമ്മയും അങ്ങനെയൊക്കെ വരലുണ്ട്. നമുക്ക് അങ്ങനെ ഡ്രസ്സ് മാറ്റണമെന്നൊന്നുമില്ല, കുറേ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇട്ട ഡ്രസ്സുമ്പോൾ തന്നെയൊക്കെ പോകലുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പടക്കവും പൂത്തിരിയൊക്കെ ഇവരെ കരുതിയിട്ട് വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ഇവർ പൊട്ടിച്ചിട്ടും കത്തിച്ചിട്ടും തീർന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അച്ഛയും അമ്മയും കൂടി ഇതാക്കുന്നതൊക്കെ കവറിലാക്കി തരികയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് വീണ്ടും ഒരുക്ക് പൊട്ടിക്കാലോ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.